നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി അണക്കരയിൽ 16-കാരനെ മർദ്ദിച്ച അമ്മയുടെ സുഹൃത്തിനെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. അണക്കര സ്വദേശി പുത്തൻപുരയ്ക്കൽ അജിത്താണ് പിടിയിലായത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് അജിത്തും 16-കാരന്റെ അമ്മയും സുഹൃത്തുക്കളായത്. ഇടയ്ക്കിടെ ഇവരുടെ വീട്ടിൽ അജിത്ത് എത്താൻ തുടങ്ങിയതോടെ 16-കാരൻ ഇത് പലതവണ ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തെ ചൊല്ലി അമ്മയുമായി വഴക്കുണ്ടായി. ഇതറിഞ്ഞ് വീട്ടിലെത്തിയ അജിത്ത് കുട്ടിയെ മർദ്ദിക്കുകയും ഇഷ്ടിക കൊണ്ട് എറിയുകയും ചെയ്തു. മുറിവേൽപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി. ബാലന്റെ അമ്മയെ അജിത്ത് സ്ഥിരമായി കാണാനെത്തുന്നതിന്റെ പേരിൽ നടന്ന തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിക്കായിരുന്നു അജിത്ത് യുവതിയുടെ വീട്ടിലെത്തി യുവതിയുടെ മകനെ മർദ്ദിച്ച് അവശനാക്കിയത്. 16-കാരന്റെ പിതാവ് നേരത്തെ മരണപ്പെട്ടിരുന്നു. ഭർത്താവിന്റെ മരണത്തിന് പിന്നാലെ യുവതി അജിത്തുമായി സൗഹൃദത്തിലാവുകയായിരുന്നു. യുവതിയുമായി വലിയ രീതിയിലുള്ള സൗഹൃദം തുടർന്നു വന്ന അജിത്ത് യുവതിയുടെ വീട്ടിൽ സ്ഥിരമായി വരവും പോക്കും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അജിത്തിന്റെ ഈ സന്ദർശനം കൗമാരക്കാരനായ യുവതിയുടെ മകനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അജിത്തിന്റെ വരവും പോക്കുമായി ബന്ധപ്പെട്ട് 16-കാരൻ നിരവധി തവണ അമ്മയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അയാളെ വീട്ടിൽ കയറ്റരുതെന്ന് ബാലൻ അമ്മയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും അമ്മ ചെവികൊണ്ടിരുന്നില്ല. പിന്നെയും അജിത്ത് വീട്ടിലേക്കുള്ള വരവും പോക്കും തുടർന്നു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു പോയിരുന്ന ബാലൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവിടെ അമ്മയോടൊപ്പം അജിത്തിനെ കണ്ടതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. ബാലൻ വീട്ടിലെത്തിയത് കണ്ട അജിത്ത് അപ്പോൾ തന്നെ സ്ഥലം വിടുകയായിരുന്നു. എന്നാൽ അജിത്ത് തിരിച്ചു പോയതിന് പിന്നാലെ ഇത് സംബന്ധിച്ച് 16-കാരനും യുവതിയും തമ്മിൽ വീട്ടിൽ വാക്കേറ്റം നടന്നു. അജിത്ത് വീട്ടിൽ വരുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞതാണെന്നും എന്നാൽ വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മകൻ ആരോപിച്ചു. ഇനി അയാൾ വീട്ടിലെത്തിയാൽ താൻ വീട് വിട്ടു പോകുമെന്നും മകൻ അമ്മയെ ഭീഷണിപ്പെടുത്തി. മകൻ നാട് വിട്ടു പോകുമെന്ന് ഭീഷണി മുഴക്കിയതോടെ യുവതി ഭയന്നുപോയി. ഇക്കാര്യം യുവതി അജിത്തിനെ വിളിച്ചറിയിച്ചു. വിവരമറിഞ്ഞ അജിത്ത് രാത്രിയോടെ വീട്ടിലെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് കൗമാരക്കാരനുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്തു. വഴക്ക് പിന്നീട് മർദ്ദനത്തിലേക്ക് വഴിമാറുകയായിരുന്നു. 16-കാരന്റെ കൈ പിടിച്ച് കടിച്ച അജിത്ത് സമീപത്ത് കിടന്ന് ഇഷ്ടിക ഉപയോഗിച്ച് ബാലനെ ആക്രമിച്ചു. ക്രൂരമായ മർദ്ദനത്തിന് ശേഷം ബാലൻ അവിടെ ഉപേക്ഷിച്ച് അജിത്ത് തിരിച്ചു പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബാലൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെ 16-കാരൻ പോലീസ് സ്റ്റേഷനിലെത്തി അമ്മയുടെ സുഹൃത്തിനെതിരെ പരാതി നൽകുകയായിരുന്നു. പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. അതേസമയം നിലമ്പൂർ പാട്ടുത്സവ വേദിയിൽ ഫയർ ഡാൻസിനിടെ തമ്പോളം ഡാൻസ് ടീമിലെ സജിക്ക് പൊള്ളലേറ്റു. യുവാവിന്റെ മുഖത്തും നെഞ്ചിലും സാരമായി പൊള്ളലേറ്റിട്ടുണ്ട്. നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ചേർന്ന് നടത്തുന്ന പാട്ടുത്സവ ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ ഷോയുടെ 3-ാം ദിവസമാണ് ഈ ഫയർ ഡാൻസ് നടന്നത്. മണ്ണെണ്ണ വായിലൊഴിച്ച് തുപ്പുന്നതിനിടെ സജിയുടെ മുഖത്തേക്ക് പടരുകയായിരുന്നു. ഉടൻ തന്നെ ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ചികിത്സയിലാണ്.